എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ശാന്തിയോഗ ഡയറക്ടർ ജിനീഷുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ശാന്തിയോഗ സെൻറ്ററിൽ ഞാൻ പല പ്രാവശ്യം വന്നിട്ട് അവിടുത്തെ ഇതെല്ലാം കണ്ടതാണ്. അത്രയും നല്ല ഒരു യോഗ സെൻറ്റർ കാലിക്കറ്റിൽ കാണാൻ പ്രയാസമാണ്. അത്രയും സത്യസന്ധമായിട്ട് ആർക്കും 100% വിശ്വസിക്കാം എന്നുള്ള ഒരൊറ്റ ഉത്ബോധനത്തോടു കൂടി നിങ്ങളെല്ലാം മഹാഭാഗ്യവാന്മാരാണ് ഈ യോഗ ക്ലാസ്സിലും ധ്യാന ക്ലാസ്സിലും വന്നത്. നിങ്ങൾക്ക് മുൻജന്മ എന്തോ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എത്തിച്ചേരാൻ തന്നെ ഒരു യോഗം ഉണ്ടായത്. കാരണം എല്ലാവർക്കും അങ്ങനെ യോഗ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവില്ല. അതിൽ നിയോഗിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ ഈ യോഗ സെൻറ്ററിൽ വരാൻ സാധിക്കൂ. അത് പ്രത്യേകിച്ചിട്ട് ശാന്തിയോഗ. ഈ ശാന്തിയോഗേൻ്റെ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെ ഓരോ നിമിഷവും ഈ യോഗ മെഡിറ്റേഷൻ ഇതിൽ മാത്രമേ അവരെ ശ്രദ്ധയുള്ളൂ. അവരെ പേഴ്സണൽ കാര്യങ്ങൾ വരെ മറന്നിട്ടാണ് നിങ്ങൾക്കെല്ലാം ക്ലാസ് എടുക്കുന്നത്. ഈവൻ സ്വന്തം കുടുംബത്തെ പോലും മറന്നിട്ടാണ് അദ്ദേഹം ഇതിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇത്രയും കാലം ഇതിൽ മുഴുകി എല്ലാവരും യോഗ പഠിച്ച് അവർക്കൊരു ജീവിതത്തിൽ ആനന്ദമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ചിട്ട് ധ്യാനത്തെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ ഈസ് നോട്ട് എ കോൺസെൻട്രേഷൻ, മെഡിറ്റേഷൻ ഈസ് ഡീകോൺസെൻട്രേഷൻ. അപ്പോൾ എല്ലാവരും വിചാരിക്കും കോൺസെൻട്രേഷന് വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ മെഡിറ്റേറ്റ് ചെയ്യുന്തോറും നമുക്ക് ട്രെമൻഡസ് എനർജി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും വൈകാരികമായിട്ടും വളരെയധികം ഊർജം നമുക്ക് സംഭരിക്കാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ധ്യാനം. അപ്പം നിങ്ങൾ അവിടെ യോഗ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തണം. കാരണം മെഡിറ്റേഷൻ അത്രയും അത്യുത്തമമായ ഒരു സംഗതിയാണ് നമ്മളെ ജീവിതത്തിൽ. കാരണം ഞങ്ങളെല്ലാം ഇന്ന് എനിക്ക് 80 വയസ്സായി ഞാൻ തന്നെ ഈ രൂപത്തിൽ നടക്കുന്നത് ഈ മെഡിറ്റേഷനും യോഗേൻ്റെ ഒരു ഇത് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും എനിക്ക് എനർജി ആയിട്ട് പോകാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഹെൽത്തി ആയിട്ട് ജീവിക്കണം എന്നാണ് ശാന്തിയോഗയുടെ പ്രധാന ലക്ഷ്യം. അവർ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അസുഖം ബാധിച്ചിട്ടോ അല്ലേ എനർജി ഇല്ലാണ്ട് ഇങ്ങനെ ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ സ്നേഹിക്കാൻ പറ്റൂ. അപ്പോൾ ലവ് ഈസ് എനർജി, എനർജി ഈസ് ലവ്, അതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഇത് പിന്നീട് വളരെ ഡീറ്റെയിലായിട്ടും സയൻറ്റിഫിക്കായിട്ടും ഞാൻ പിന്നീട് സംസാരിക്കാം. ഇതൊരു ചെറിയൊരു ആവശ്യം മാത്രം നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താം. കാരണം നിങ്ങളെല്ലാവരും ഭാഗ്യവാനും ഭാഗ്യവതികളാണ് ഈ ശാന്തിയോഗയിൽ ജോയിൻ ചെയ്തത്. അത് നിങ്ങൾ ഭാഗ്യവതികളാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ഒരവസരം നിങ്ങൾ പാഴാക്കാതെ അദ്ദേഹം പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകുകയെന്ന് വെച്ചാൽ